ടൂറിസം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ആലപ്പുഴയിൽ നടക്കുകയാണ്. ഞാൻ അവരുടെ കമ്മിറ്റിയെ പ്രത്യേകമായി സ്വാധീനം. ആലപ്പുഴയുടെ വിനോദസഞ്ചാര സാധ്യതകളുടെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഭ്യർത്ഥന അനുസരിച്ച് അവർ ഈ ടൂറിസത്തിൻ്റെ കമ്മിറ്റി ഇവിടെ ആലപ്പുഴയിലൊരു കമ്മിറ്റി വന്ന് താമസിക്കുന്നത് വളരെ അപൂർവമാണ്. അതിനുണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ. അപ്പോൾ ഇവിടെ തന്നെ വന്ന് കമ്മിറ്റി താമസിച്ച് ഇവിടുത്തെ പ്രദേശങ്ങളിലൊക്കെ മനസ്സിലാക്കി ഇതിന് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരോടും ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആലപ്പുഴയുടെ സമഗ്ര ടൂറിസം വികസനത്തിന് അതിന് ദേശീയപാതയുമായി ബന്ധപ്പെട്ടവർ, ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ആളുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, ബാങ്കുകൾ, ഇവരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വിനോദസഞ്ചാരത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നൊരു മേഖല വിനോദസഞ്ചാര മേഖലയാണ്. പക്ഷേ പല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ബോട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഹോം സ്റ്റേകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിലെ വിനോദസഞ്ചാരം നേരിടുന്ന ഈ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്നത്. അത് ആലപ്പുഴയ്ക്ക് വലിയ ഗുണകരമായിരിക്കുമെന്നാണ് പറയാറ്. അതിന് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഉണ്ടാകണമെങ്കിൽ പരിഹരിക്കുന്ന ഞാനത് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ധരിച്ചത്. ഇത് 2013 നമ്മൾ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. സീപ്ലെയിൻ എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയുടെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്കകൾ ചർച്ച ചെയ്യണം. അവരുമായിട്ടുള്ള ചർച്ചകൾ ചെയ്ത് അവരുടെ ജീവനോപാധികളെ ബാധിക്കാത്തവണ്ണം ഇത് ക്രമീകരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവരുടെ ജീവനോപാധികളെ ബാധിക്കാതെ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥലം സെലക്ട് ചെയ്തുകൊണ്ട് നടത്തണം. അത് നടത്തുന്നതാണ് എൻ്റെ. അല്ല, ആലപ്പുഴയായാലും ഞാൻ ഈ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ ആലപ്പുഴയുടെ ടൂറിസം വികസനം ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ കയറിയപ്പോൾ കേട്ടത്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ആ പരസ്യം തിരിച്ചടി ഉണ്ടാക്കില്ല. പക്ഷേ പരസ്യം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തൊരു ലജ്ജാകരം. ബി.ജെ.പി സഹായിക്കാനുള്ള രീതി, ബി.ജെ.പിക്ക് ജയം ഒരുക്കി കൊടുക്കാനുള്ള പരസ്യ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് സി.പി.ഐ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കെ.സി. വേണുഗോപാൽ അതിന് തൊട്ടു മുമ്പ് ചോദിച്ചിരുന്നു. നമ്മൾ കയറിയപ്പോഴത്തേക്ക് അദ്ദേഹം ഈ ആലപ്പുഴയുടെ ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് മാത്രം.